കഴിഞ്ഞ ദിവസം അങ്കമാലിയിൽ വെച്ചുണ്ടായ വാഹന അപകടത്തെ തുടർന്നാണ് ജാസ്ലിയ എന്ന 19 വയസ്സുകാരി മരണപ്പെടുന്നത്. 4 പേർക്ക് പുതുജീവനേകിക്കൊണ്ടാണ് ജാസ്ലിയ എന്ന പെൺകുട്ടി ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയത്. ഇപ്പോൾ ഞാനായിരിക്കുന്നത് ജാസ്ലിയ പഠിച്ച മോർണിംഗ് സ്റ്റാർ അങ്കമാലി കോളേജിലാണ്. ഒരുപക്ഷേ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അതേപോലെ ആ വാഹനം ഓടിച്ച ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നും കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ജാസ്ലിയ ഇന്നും നമ്മോടൊപ്പം ഈ കോളേജിൽ പഠിക്കുമായിരുന്നു. എന്തായിരുന്നു ജാസ്ലിയ നൽകിയ ലോകത്തിനുള്ള പ്രകാശം അതെന്തായിരുന്നു? അതേപ്പറ്റി നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാം. അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ ബികോം 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ ജാസ്ലിയ. ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷെമി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. സിസ്റ്ററെ, കഴിഞ്ഞ ദിവസമാണ് ആകസ്മികമായൊരു വേർപാടിൽ നമ്മിൽ നിന്ന് ജാസ്ലിയ പിരിഞ്ഞു പോയത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ജാസ്ലിയ. എങ്ങനെ ഓർത്തെടുക്കുന്നു? ജാസ്ലിയെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ ജാസ്ലിയ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി തന്നെയായിരുന്നു. 2nd ബികോം പഠിക്കുന്ന കുട്ടിയായിരുന്നു. അതുപോലെ കോളേജിൻ്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എല്ലാത്തിലും തന്നെ നന്നായി പങ്കെടുക്കുമായിരുന്നു. NSS നാഷണൽ സർവീസ് സ്കീം, അതുപോലെ സ്പോർട്സ്, പിന്നെ കോളേജിലെ ഏത് ആക്ടിവിറ്റീസിലും ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ജാസ്ലിയ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജാസ്ലിയയുടെ വേർപാട് ഞങ്ങൾക്കെല്ലാം വേദനാജനകമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. എനിക്ക് തോന്നുന്നു പാർട്ട് ടൈം ജോബിനൊക്കെ പോകുക, അങ്ങനെ ജീവിതത്തെപ്പറ്റി ഒത്തിരി ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു വിദ്യാർത്ഥിനിയായിരുന്നു. ജീവിതത്തെക്കുറിച്ച് ജാസ്ലിയയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു. IIM-ൽ പോയി പഠിക്കുക, ഡിഗ്രിക്ക് ശേഷം. അതുപോലെ തന്നെ കുടുംബത്തെ, അപ്പനമ്മ, ആങ്ങള ഇവരെ സംരക്ഷിക്കുക, ഇവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുക. സമൂഹത്തിൽ എന്നുവെച്ചാൽ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായിരുന്നു നാട്ടുകാർക്ക്. ഇപ്പോൾ കുടുംബ യൂണിറ്റ് ഉണ്ട് അവർക്ക്, ക്രിസ്ത്യൻ ആയതുകൊണ്ട്. അതിൽ ഏറ്റവും സജീവമായിട്ട് അമ്മ, മകള്, അതുപോലെ അതിൻ്റെ ബ്രദർ, ഇവരെല്ലാം ഒരുമിച്ച് ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. അപ്പോൾ ആ ഏരിയയിലെ ആ സമൂഹത്തിലെ ഏതാവശ്യങ്ങൾക്കും ഓടിച്ചെല്ലുന്ന അവർക്കൊക്കെ പ്രിയപ്പെട്ട ഒരു മകൾ തന്നെയായിരുന്നു ജാസ്ലിയ. കോളേജിന് തൊട്ടടുത്താണ് ഈ ഒരു വാഹന അപകടം സംഭവിച്ചത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു അപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? കോളേജിൻ്റെ അടുത്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നാഷണൽ ഹൈവേ ആണ്. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരുന്ന അവിടെ സിഗ്നലില്ല, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സിഗ്നലൊന്നുമില്ല. റെയിൽവേ പാളത്തിൻ്റെ മുകളിൽ കൂടെയാണ് വണ്ടികൾ വരുന്നത്. ഹൈ സ്പീഡിലാണ് വരുന്നത്. ഇവിടെ U-ടേൺ ഉണ്ട്. ആ U-ടേണിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വലിയ വലിയ വണ്ടികളാണ് പോകുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ചെമ്പന്നൂർ. അങ്ങോട്ട് പോകുന്ന വലിയ വണ്ടികൾ, പിന്നെ സ്കൂളുകളുണ്ട്. അത് മാഞ്ഞാലി റോഡാണ്. അത്താണിയിലേക്ക് കിടക്കുന്ന ബസ്സുകൾ ഉൾപ്പെടെ ചെറിയ ചെറിയ വണ്ടികളെല്ലാം ഒരുപാട് അതിൽ പോകുന്നുണ്ട്. എല്ലാ സമയവും എന്ന വിധം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഏരിയയാണ്. പക്ഷേ ഇവിടെ ഒരു നമുക്കൊരു സിഗ്നൽ ഈ ഏരിയയിലും വെച്ചിട്ടില്ല. അതുപോലെ നല്ല വളവാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഇതിനേക്കാൾ ഉപരിയായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് റോങ് സൈഡ് വണ്ടി വരുന്നു. പെട്രോൾ പമ്പ് ഉണ്ട് നേരെ ഓപ്പോസിറ്റ് കോളേജിൻ്റെ. പെട്രോൾ പമ്പിലേക്ക് റോങ് സൈഡിൽ വരുന്നു. അതുപോലെ അടുത്ത ജംഗ്ഷനിൽ നിന്ന് U-ടേൺ ഇവിടെ നിന്ന് പിന്നെ പോകുന്നത് 1 കിലോമീറ്റർ ദൂരത്താണ്. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 2 സൈഡ് 4 സൈഡിൽ നിന്ന് എന്ന പോലെ ഒന്ന് നിന്നാലാണ് മനുഷ്യർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സിഗ്നലിൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അപകടങ്ങൾ ഈ ഏരിയയിൽ ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ബൈക്ക് ഇടിക്കുക, അല്ലാണ്ട് വലിയ അപകടങ്ങൾ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് മരണങ്ങൾ നടന്ന സ്ഥലമാണിത്. സ്പീഡിൽ വണ്ടി പോകുന്നു, വണ്ടി തന്നെ വന്നിടിക്കുന്നു. ഇവിടെ സിഗ്നൽ വിധിക്കുന്ന ലൈറ്റുകൾ, സിഗ്നലിൻ്റെ അല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ. എനിക്ക് തോന്നുന്നത് ഏകദേശം 2 മാസം കൂടുമ്പോൾ എങ്കിലും അവർക്ക് മാറ്റേണ്ട അവസ്ഥ. പോസ്റ്റുകൾ ഇടിച്ചിടുന്നു, മതിലുകൾ ഇടിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. 19 വയസ്സ് മാത്രമേ ജാസ്ലിക്ക് പ്രായമുള്ളൂ.
എന്നിരുന്നാലും ആ പ്രായത്തിലും തൻ്റെ അവയവം മറ്റുള്ളവർക്കൊക്കെ ദാനം ചെയ്യണം, അങ്ങനെ ഒത്തിരി വലിയ കാരുണ്യ പ്രവൃത്തികളൊക്കെ തൻ്റെ മനസ്സിൽ ഒരു മരണത്തിന് മുമ്പേ മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്രിസ്തീയ മനസ്സാക്ഷി എന്തുമാത്രം ജാസ്ലിയയിൽ പ്രവർത്തിച്ചു കാണും? ക്രിസ്തീയ മനസ്സാക്ഷി പറഞ്ഞു, പള്ളിയിൽ നല്ല ആക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാറ്റഗിസത്തിൽ നല്ല ആക്റ്റീവാണ്. അവിടെ നിന്ന് അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോളേജിൽ നാഷണൽ സർവീസ് സ്കീമിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചൊരു കുട്ടിയാണ്. പല ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുട്ടിക്ക് അറിയാമായിരുന്നു. എൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കും എന്ന് മറ്റു കൂട്ടുകാരികളോടൊക്കെ പറയുമായിരുന്നു എന്നാണ് ഞാനിപ്പോൾ അറിഞ്ഞ കാര്യം. അതിനേക്കാൾ ഉപരി പേരൻസ് വില്ലിങ് ആയി എന്നത് വലിയൊരു കാര്യമാണ്. അവർ പേരൻസ് 4 പേർക്ക് ജീവൻ നൽകാൻ വേണ്ടി ഈ കുട്ടിയുടെ മരണത്തിലൂടെ വേദനാജനകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരൊരു തീരുമാനമെടുത്തു. അതൊരു സമൂഹത്തിനും എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. അതുപോലെ ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ്. 4 പേരുടെ ജീവൻ സംരക്ഷിക്കുക, 4 പേർക്ക് ഒരു പുതുജീവിതം നൽകുക. ഇതൊക്കെ ജാസ്ലിയുടെ മരണത്തിനപ്പുറം നമുക്ക് വേദനയുണ്ടെങ്കിൽ തന്നെയും സാധിച്ചു എന്നത് വലിയ കാര്യമാണ്. ഒരുപക്ഷെ ഇനി ഇത്തരത്തിലുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കണം. അപ്പോൾ ഈ കോളേജിൻ്റെ മേലധികാരി എന്ന നിലയിൽ തൊട്ടടുത്താണ് അപകടം നടന്നത്. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ സർക്കാരിനോടോ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോടൊക്കെ പങ്കുവയ്ക്കാനുണ്ടോ? ഇതിനു മുമ്പ് നമ്മൾ ഇതിന് വേണ്ട നിർദ്ദേശങ്ങൾ ലെറ്ററായിട്ട് എഴുതി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. MLA മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് വന്നാലും അവിടെ ഒരു പക്ഷേ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പറ്റും. സിഗ്നൽ വരിക എന്നതൊരാവശ്യമാണ്. അതിനേക്കാൾ ഉപരിയുള്ള ആ U-ടേൺ എടുക്കുന്ന ആ ഒരു കുറച്ചുകൂടി നീട്ടിയെടുക്കുക, സ്ഥലം കുറച്ചുകൂടി ആ വളവിലല്ലാണ്ട് U-ടേൺ എടുക്കുന്ന ഒരു ഏരിയ കണ്ടെത്താൻ ഹൈവേയിലുണ്ട്, സ്ഥലങ്ങളുണ്ട്. അത് ചെയ്യാം. പിന്നെ ബാരിയർ വെക്കാം. കുട്ടികൾക്ക് നടക്കാൻ സ്ഥലമില്ല. അപ്പോൾ ബാരിയർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ ഏകദേശം ഞാൻ വിചാരിക്കുന്ന ഒരു 4000-5000 കുട്ടികൾ ഈ ഏരിയയിൽ പഠിക്കുന്നുണ്ട്. മോണസ്റ്റാർ കോളേജ്, ഡിസ്റ്റ് കോളേജ്, ഡീപോൾ സ്കൂള്, ടെൽക്കിൻ്റെ ഏരിയ, ഇതിലാണ് ടെൽക്കിലേക്ക് പലരും നടന്നു പോകുന്നത്. വ്യവസായ ഏരിയയാണ് ഇങ്കൽ. ഇങ്ങനെ ഒരുപാട്, ഏകദേശം മിനിമം ഒരു 5000 സ്റ്റുഡൻസ് എങ്കിലും ദിവസവും ഇതിൽ നടന്നു പോകുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. ഒരു വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുക, എനിക്ക് തൊട്ടടുത്തുള്ള ഡോമിനോസിൽ അല്ലേ അവിടെയായിരുന്നു പോയിരുന്നോണം. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. ആ അപകടത്തെ പറ്റി എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? ഞങ്ങളുടെ അറിവാണ് പറയുന്നത്. നമുക്ക് കുട്ടി ജോലിക്ക് പോയി ഏകദേശം 7 മണി കഴിഞ്ഞപ്പോഴാണ് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ളവർ തന്നെയാണ് കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. പിന്നെ കടയിലൊന്ന് കയറേണ്ടതായിട്ട് വന്നതുകൊണ്ട് അവിടെ നിന്ന് നടന്ന് ഹോസ്റ്റലിലേക്ക് വരുന്ന ആ വഴിയിലാണ് നമുക്ക് കൊച്ചിന് ആക്സിഡൻ്റ് ഉണ്ടായത്. വണ്ടി CCTV ദൃശ്യങ്ങളനുസരിച്ച് വണ്ടി കുട്ടിയുടെ പുറകിൽ നിന്ന് വന്ന് ഇടിക്കുകയോ ചെയ്ത് കുട്ടി നടന്നത് റൈറ്റ് പാതയിൽ തന്നെയാണ് കുട്ടി നടന്നത്. വണ്ടി പുറകിൽ നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് പോയി എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഇടിച്ച് കുറച്ച് ദൂരം തന്നെ വന്നു. തലയ്ക്കാണ് കൂടുതലായിട്ട് ക്ഷതമേറ്റത്. ഉടനെ തന്നെ പോലീസ് തന്നെ തൊട്ടടുത്ത് തന്നെ പോലീസ് വരുന്നുണ്ടായിരുന്നു. അവർ വേഗം U-ടേൺ എടുത്ത് കുട്ടീനെ നിമിഷ നേരം കൊണ്ട്, 1 സെക്കൻഡ് പോലും കുട്ടിയെ വൈകിക്കാണ്ട് അവർ തന്നെ വേറെ ഒന്നും നോക്കാണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. കൊച്ചിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ബാഗിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവിടുത്തെ കുട്ടിയാണ് തിരിച്ചറിയാൻ സാധിച്ചു. അവർ നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്തു. പിന്നെ നമ്മൾ ചെന്നു. ബാക്കി LF ഹോസ്പിറ്റലാണ് ആദ്യം കുട്ടിയെ കൊണ്ടുപോയത്. അവർക്ക് ചെയ്യാവുന്ന മാക്സിമം അവർ ചെയ്തു. കുട്ടി അവിടെ ന്യൂറോ സർജൻ ഇല്ല എന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. ന്യൂറോ സർജൻ ഇല്ലാത്തത് കൊണ്ട് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ നല്ല ചികിത്സ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നതും ഡോക്ടേഴ്സിന് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പേരൻസിനെ ഇൻഫോം ചെയ്തുകൊണ്ട് അവർ ചെയ്തു. പിന്നെ ബ്രെയിനാണ് മെയിനായിട്ട് നമുക്ക് കുട്ടിക്ക് അഫക്റ്റ് ചെയ്തത്. ചെറിയ മുറിവുകൾ വയറിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പാൻക്രിയാസിനെ അഫക്റ്റ് ചെയ്തിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറഞ്ഞത്. പിന്നെ 48 മണിക്കൂർ അവർ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. നമുക്കറിയാം ബ്രെയിൻ ഡെത്തിൻ്റെ ഒരു സാധനം വന്നാലുള്ള പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ടൈം എടുത്ത് മാക്സിമം അവർ മരുന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ, ബ്ലഡ് പ്രഷർ നോർമലാക്കാനുള്ള മരുന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. കുട്ടിയെ മാക്സിമം ഹോസ്പിറ്റലുകാർ സംരക്ഷിച്ചു. പിന്നെ പേരൻസ് ബ്രെയിൻ ഡെത്ത് കൺഫേം ചെയ്തത് ശേഷം പേരൻസ് അവയവദാനത്തിന് സന്നദ്ധരായി. പിന്നെ ബാക്കി കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യുകയാണ് ഉണ്ടായത്. ആരംഭത്തിൽ സൂചിപ്പിച്ച പോലെ ജാസ്ലിയ മോർണിംഗ് സ്റ്റാർ കോളേജിലെ BCom 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. BCom വിഭാഗത്തിൻ്റെ മേധാവി ജുലിനി മാഡം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാം, എല്ലാവർക്കും ഒത്തിരി പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ജാസ്ലിയ.
കഴിഞ്ഞ ദിവസം മീഡിയയിലൂടെയൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ടീച്ചേഴ്സൊക്കെ കരയുന്ന രംഗങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ടിടയായി. എല്ലാവർക്കും അത്രയും വേണ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയായിരുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു? അതെ, നമ്മുടെ ജാസ്ലിയ എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവായിരുന്നു. അതായത് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി നന്നായിട്ട് ചെയ്യും. അതുപോലെ തന്നെ മാറി നിൽക്കുന്ന ഒരു പ്രവണതയില്ല. എത്രമാത്രം ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നു മാക്സിമം ചെയ്യുമായിരുന്നു. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും ആ കുട്ടിയോട് അത്രയും മാത്രം സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫിനാൻഷ്യലി ഒരു ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ മാക്സിമം ഇൻപുട്സ് ആ കുട്ടി ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ പോകണം എന്ന് താല്പര്യങ്ങൾ, അതുപോലെ തന്നെ എവിടെയെങ്കിലും നല്ലൊരു ജോലി നേടിയെടുക്കണം എന്നുള്ളൊരു താല്പര്യം, ഫാമിലിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം, അങ്ങനെ എല്ലാ രീതിയിലും കുട്ടി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ എന്താണോ കുട്ടി നിലനിൽക്കുന്നത് അതിൽ നിന്നും പക്വതയായിട്ട് ചെയ്യാനായിട്ട് ആ കൊച്ച് നോക്കുമായിരുന്നു. അതാണ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ട് നിൽക്കുന്നത്. എനിക്കൊന്ന് പാർട്ട് ടൈം ജോബിനൊക്കെ ഇവിടുത്തെ ഈ ഒരു പഠന സമയം കഴിഞ്ഞിട്ടും പാർട്ട് ടൈം ജോബിന് പോവുക, അല്ലെങ്കിൽ എനിക്ക് ആരോ പറയുന്നത് കേട്ടായിരുന്നു സ്വന്തം അമ്മേനെ ഇനി അടുത്ത വർഷം കൂടി ഡിഗ്രിക്ക് ചേർക്കണം, അങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒരു വാഹന അപകടത്തിൽ, അല്ലേ, നമ്മുടെ കോളേജിന് തൊട്ടടുത്തായിരുന്നു. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വാഹന അപകടങ്ങൾ തടയാനായിട്ട് ഇപ്പോൾ മാഡം ബികോം വിഭാഗത്തിൻ്റെ മേധാവി കൂടിയാണ്, എന്തെങ്കിലും സർക്കാരിനോടോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയോടോ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? നമ്മുടെ കോളേജിൽ നിന്ന് ഒരു നേരത്തെ തന്നെ പെറ്റീഷൻസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇതിൻ്റെ മുമ്പിലും ഇങ്ങനെ പല അപകടങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മാറ്റം, ബിക്കോസ് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കുറേ ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയായിരിക്കും, ഒരു വളവും അതുപോലെ തന്നെ ഇറക്കവുമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സിറ്റുവേഷനിൽ ഈ കുട്ടികളിങ്ങനെ നടന്നു വരുമ്പം ഇപ്പോൾ വണ്ടിക്കാരും ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നതാണ് നമുക്കറിയാമല്ലോ. ഒരു ശ്രദ്ധക്കുറവ് മതി നമുക്ക് ആ ഒരു നിമിഷത്തിൻ്റെ ഒരു കാര്യമേ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് തടയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നടപ്പാത പോലെ ഒരു സംഗതി കൃത്യമായിട്ടുണ്ടാവുകയാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ അതോറിറ്റീസിനെ അറിയിപ്പിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ബലമായിട്ട് തന്നെ കാര്യങ്ങളൊന്ന് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിനായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളൊരു കാര്യം പിന്നീട് അറിയിപ്പിക്കാം. നമ്മോടൊപ്പം ബികോം വിഭാഗത്തിൻ്റെ ഫാക്കൽറ്റി രശ്മി മാം കൂടി നമ്മോടൊപ്പം ചേരുന്നു. പഠനത്തോടൊപ്പം സ്പോർട്സിലും ഒത്തിരി കഴിവ് തെളിയിച്ചൊരു പ്രതിഭയാണ് ജാസ്ലി. അപ്പോൾ എങ്ങനെയാണ് രണ്ടും മികവുറ്റ രീതിയിൽ തന്നെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അപ്പോൾ ആ ഒരു കഴിവിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതെ, പറഞ്ഞ പോലെ തന്നെ ജാസ്ലിയ വളരെയധികം പഠനത്തിലും ശ്രദ്ധിച്ചിരുന്ന ഒരു കുട്ടിയാണ്. ആൾ സ്പോർട്സ് ആയി ബന്ധപ്പെട്ട് പല യൂണിവേഴ്സിറ്റി തലത്തിലും സ്റ്റേറ്റ് തലത്തിലൊക്കെ പ്രോഗ്രാംസിൽ പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല ക്ലാസ്സുകളും ആൾക്ക് മിസ്സാവാറുണ്ട്. പക്ഷേ പിറ്റേ ദിവസം തന്നെ ആൾ എപ്പോഴാണോ കോളേജിലേക്ക് വരുന്നത് അന്ന് തന്നെ നമ്മളോട് വന്ന് മിസ്സേ എന്താണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ മിസ്സായി പോയ പോർഷൻസ് ആൾ കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു. അത് കൂടാണ്ട് ഇപ്പോൾ 4th സെം സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതുവരെയുമുള്ള എല്ലാ സെമസ്റ്ററുകളിലും ആൾ സപ്ലിമെൻ്ററി പേപ്പർ ഒന്നുമില്ലാണ്ട് തന്നെ എല്ലാം പാസ്സായി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും സ്പോർട്സും പഠനവും ഒരുപോലെ തന്നെ ആൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആൾക്ക് സംഭവിച്ചതിൽ നമുക്ക് എല്ലാവർക്കും അതിയായ വിഷമമുണ്ട്. അപ്പം നമുക്ക് അധികാരികളോട് പറയാനുള്ളതും നമ്മുടെ റോഡ് സേഫ്റ്റീനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മുടെ റോഡിൻ്റെ അശാസ്ത്രീകരണമായിട്ടുള്ള ഒരു നിർമ്മാണം കാരണമാണ് ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ നമുക്കിവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റോഡ്, അതുപോലെ തന്നെ ഫുട്പാത്ത്, ബാരിക്കേഡോട് കൂടിയുള്ള ഒരു ഫുട്പാത്താണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഈ പറയുന്ന ആക്സിഡൻസ് ഇവിടെ ഒഴിവാക്കാം എന്ന് കരുതുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി ടെൽക്ക് പരിസരത്താണ്. ദേശീയപാതയാണ് എൻ്റെ തൊട്ട് സൈഡിൽ കാണുന്നത്. തൃശ്ശൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അതിവേഗത്തിൽ പോകുന്ന റൂട്ടാണിത്. നേരെ ചെല്ലുന്നത് എറണാകുളം എടപ്പള്ളി NH ദേശീയപാതയിലേക്കാണ്. ഈ ഒരു വളവും ഈ ഒരു ഇറക്കവുമാണ് നേരത്തെ അധ്യാപകരൊക്കെ സൂചിപ്പിച്ച ഒരു കാര്യം. ഇപ്പോൾ എൻ്റെ ഈ സൈഡിൽ കാണുന്ന ഈ കാന യാതൊരു രീതിയിലും സ്ലാബൊന്നും വിടാതെ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക്, ഈ കാണുന്ന തൊട്ട് സൈഡിൽ കാണുന്നതാണ് മോർണിംഗ് സ്റ്റാർ കോളേജ്. ഇവിടെ പഠിക്കുന്ന ഏകദേശം 3000-ഓളം വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. ഇവർക്ക് പ്രോപ്പറായിട്ട് ഈ കോളേജിലേക്ക് നടന്നെത്താനായിട്ട് ഒരു നടപ്പാത പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ട വസ്തുത. ഒരുപക്ഷെ ഇത്തരത്തിൽ ശാസ്ത്രീയമായൊരു നിർമ്മാണം ദേശീയപാതയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുട്ടിയുടെ ജീവൻ പൊലിയുകയില്ലായിരുന്നു.
ഇപ്പോൾ എൻ്റെ വലതുവശത്ത് കാണുന്നതാണ് അങ്കമാലി ടെൽക്ക് ജംഗ്ഷൻ. നമുക്കറിയാം അവിടെ നിന്ന് വരുന്ന വണ്ടികൾ, മേക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികളാണ്. അവിടെ ഈ ദേശീയപാതയിൽ ഓൾറെഡി സ്പീഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ കാണാതെ തന്നെ അത്തരത്തിലുള്ള ബസ്സുകളൊക്കെ അങ്കമാലി ദിശയിലേക്ക് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാം. അതേപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ, ഏകദേശം 100 കിലോമീറ്റർ അധികം സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ റൈറ്റ് മേക്കാടിലേക്ക് പോകുന്ന വണ്ടികൾ ഒരുപക്ഷെ സ്ലോ ചെയ്യുമ്പോൾ ആ വണ്ടികളെ മറികടക്കുവാനായിട്ട് പെട്ടെന്ന് വലതുവശത്തേക്ക് വണ്ടികൾ നീങ്ങുകയും ഇടതുവശത്തേക്ക് നീങ്ങുകയും ഈ ഒരു ലൈൻ കണ്ടു. ഈ ഒരു ലൈൻ ചേർന്നായിരുന്നു നമ്മുടെ ഇന്നലെ ഒരു വിദ്യാർത്ഥിനി ഇതിലെ നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു സ്കൂട്ടറൊക്കെ പോകുന്ന പോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടികൾ വരുന്ന ഒരു വളരെ അപകടം നിറഞ്ഞൊരു വളവാണ്. പ്രത്യേകിച്ച് സിഗ്നൽ സംവിധാനത്തിൻ്റെ ഒരു പ്രാധാന്യം സൂചിപ്പിക്കുന്ന നേർക്കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഒരു ജംഗ്ഷൻ്റെ പ്രത്യേകത, ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ജംഗ്ഷനോട് ചുറ്റിപ്പറ്റിയിട്ടാണുള്ളത്. അങ്കമാലി ഡിസ്റ്റ് കോളേജ്, അതേപോലെ അങ്കമാലി ഡീപോൾ സ്കൂൾ, അതേപോലെ നമ്മളിപ്പോൾ കണ്ട മോർണിംഗ് സ്റ്റാർ കോളേജ്, അങ്ങനെ ഏകദേശം 5000-ന് മുകളിൽ വിദ്യാർത്ഥികൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആശ്രയിക്കുന്ന ഒരു ജംഗ്ഷനാണിത്. എന്നാൽ ഒരു സീബ്ര ലൈനോ അല്ലെങ്കിൽ ഒരു സിഗ്നൽ സംവിധാനമോ അല്ലെങ്കിൽ പ്രോപ്പറായ ഒരു നടപ്പാതയോ ഒന്നും തന്നെ ഈ ഒരു ജംഗ്ഷനിൽ കാണാനില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഒരു വ്യവസായ മേഖല കൂടിയാണ് ചമ്പന്നൂർ എന്ന് പറയുന്ന വ്യവസായ മേഖല. അവിടേക്കുള്ള ഒരു പാത കൂടിയാണ് ഈ ജംഗ്ഷൻ. ഒത്തിരി വലിയ കണ്ടെയ്നർ ലോറികളും അതേപോലെ വലിയ വലിയ ഹെവി വെഹിക്കിൾസ് എല്ലാം രാത്രിയിലും അല്ലാതെയും ഒക്കെ പാസ് ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. എന്നാൽ യാതൊരുവിധ സിഗ്നൽ സംവിധാനമോ, എന്നാൽ ഒത്തിരി പേരുടെ അശ്രദ്ധ മൂലം ഒത്തിരി ജീവനുകൾ പൊലിഞ്ഞ ഒരിടം കൂടിയാണിത്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങളിത് പെടുത്തുന്നു. ഈ ഒരു അപകട വളവിനെ, ഇവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ പരിഹരിക്കാനായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ. ഇനി ഒരു ജീവൻ പോലും ഇവിടെ പൊലിയാതിരിക്കട്ടെ. അതേപോലെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഇവിടെയാണ് നമ്മുടെ ആ കുട്ടി രാത്രിയിൽ നടന്നു പോകുകയും എൻ്റെ തൊട്ട് പിന്നിലേക്ക് ഒരു വാഹനം വന്നിടിക്കുകയും അങ്ങനെയാണ് ആ കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് എൻ്റെ ഈ സൈഡിൽ കാണുന്ന ലക്ഷ്മി ഭവൻ എന്ന ഹോട്ടലിൽ അവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ട്. ആ ബൈക്കിൻ്റെ അടുത്തേക്കാണ് കുട്ടിയുടെ തല ചെന്നിടിക്കുന്നതും അങ്ങനെയാണ് ഗുരുതരമായ പരിക്ക് ആ കുട്ടിക്ക് ഏൽക്കുന്നതും. ഏകദേശം 50 മീറ്ററോളം ആ വാഹനത്തിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ ആ കുട്ടി നീങ്ങി വരികയും അങ്ങനെ ഇവിടെ വന്നാണ് തലയ്ക്ക് ക്ഷതമേൽക്കുന്നത് എന്നാണ് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. വളരെ അശാസ്ത്രീയമായൊരു റോഡ് നിർമ്മാണമാണ് NHൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് നാട്ടുകാരുടെ പൊതുവെയുള്ള പരാമർശം. ഇതേപ്പറ്റി കൂടുതൽ നമ്മളോട് സംസാരിക്കുവാനായിട്ട് അങ്കമാലി നഗരസഭയുടെ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സജി ജോസഫ് നമ്മോടൊപ്പം ചേരുന്നു. സർ, എന്താണ് പറയാനുള്ളത്? ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണോ ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്? തീർച്ചയായിട്ടും അതിന് വലിയ സാധ്യതയുണ്ട്. കാരണം ഇവിടെ വലിയൊരു അപകട മേഖലയാണ് ഈ ടെൽക്ക് ജംഗ്ഷൻ, അതായത് ഹോംസിസ് കോളേജിന് ജംഗ്ഷൻ എന്ന് പറയുന്നത് വലിയ അപകട മേഖലയാണ്. ഇവിടുന്ന് സാധാരണ യാത്രക്കാർക്ക്, പരിചിതമില്ലാത്ത യാത്രക്കാർക്ക് കടന്നു പോകാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാൽനട യാത്രക്കാർക്ക് പോലും ഇപ്പോൾ ഈ വിഷയങ്ങൾ സംഭവിക്കുന്നു. ഒരുപാട് അപകടങ്ങൾ നടന്നു. കാരണം നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ്, അതായത് റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ് ഒരു വളവ് തിരിഞ്ഞ് വരുന്നത്, അതിനുശേഷം ടെൽക്ക് കഴിഞ്ഞിട്ട് വലിയൊരു വളവ് കഴിഞ്ഞ് പിന്നെ കോളേജിന് മുമ്പിലൂടെ വലിയ വളവ് കഴിഞ്ഞിട്ട് കടന്നു പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ പരിചിതമില്ലാത്ത വണ്ടികൾക്ക് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം പിന്നെ ഈ ഒരു മേക്കാട് ചമ്പന്നൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പാസേജ് ഉണ്ട്. അതിലൂടെ വണ്ടികൾ വരുമ്പോൾ ഇപ്പോൾ അങ്കമാലി ഭാഗത്തു നിന്ന് വരുന്ന വണ്ടികൾ നിയന്ത്രണം വിട്ടു പോകുന്നതും വളരെ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എന്താണ് ഇതിലൊരു പരിഹാരം? നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ സ്ഥലം MLAയോ? നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് MLA ആയിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. കാരണം 150ഓളം വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് വരുന്ന കണ്ടെയ്നർ ലോറി ഉൾപ്പെടെയുള്ള വലിയ ലോറികൾ, കമ്പിയേറ്റ് വരുന്ന ലോറികളെല്ലാം പോകുന്നു ഇതിലെയാണ്, വരുന്നതും പോകുന്നു ഇതിലെയാണ്, വേറെ മാർഗ്ഗങ്ങളില്ല. കൂടാതെ ഫുഡ് കോർപ്പറേഷൻ ലോറികൾ, 100 കണക്കിന് ലോറികൾ പോകുന്നത് ഇവിടെ നിന്നാണ്. ബാംബു കോർപ്പറേഷൻ, KCB സെൻട്രൽ സ്റ്റോർ, പിന്നെ ഈ 14,000 കുട്ടികൾ, ഹോം സയൻസ് കോളേജ്, ഡിസ്റ്റ് കോളേജ്, ഡീപോൾ കോളേജ്, പിന്നെ കൂടാതെ ഡീപോൾ സ്കൂള്, ഈ തൊട്ട് സ്ഥലത്ത് തന്നെ 3,000-4,000 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ, ഒരു സിഗ്നൽ പോലുമില്ല. ഇവിടുത്തെ വേഗത നിയന്ത്രിക്കാൻ അങ്കമാലിയിലെ സിഗ്നൽ കഴിഞ്ഞാൽ വേറെ സിഗ്നൽ കരിയാട്ടിലുള്ളത്, ഇതിന് ഇടയിലൊരു സിഗ്നലില്ല. അപ്പോൾ അതിവേഗതയിലാണ് വണ്ടികൾ വരുന്നത്. വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഇല്ല. ഒരു സിഗ്നൽ സ്ഥാപിച്ചാൽ ഈ വേഗത നിയന്ത്രിക്കാൻ സാധിക്കും, നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ പണിയാന്നുള്ളതാണ്. ഫ്ലൈ ഓവർ പണി ഇപ്പോൾ അങ്കമാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുകുറ്റി കഴിഞ്ഞാൽ ചെറങ്ങരയിൽ, മുരിങ്ങൂര്, മേലൂര്, ഡിവൈൻ, ഇത്രയും സ്ഥലത്ത് ചാലക്കുടി,
ഫ്ലൈ ഓവർ ഉണ്ട്. പക്ഷേ ഈ കറുകുറ്റി കഴിഞ്ഞാൽ ആലുവ വരെ ഒരു ഫ്ലൈ ഓവർ പോലും ഇല്ല. ഒരു സംവിധാനം നാഷണൽ ഹൈവേ ചെയ്തിട്ടില്ല. ഒരു ഫ്ലൈ ഓവർ പണിയിട്ട് അപ്പോൾ നമുക്ക് ഇത്രയും തിരക്കുള്ള അപകട മേഖല നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഒന്നില്ലെങ്കിൽ സിഗ്നൽ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവിടെ ഫ്ലൈ ഓവർ പണിയുക, അല്ലെങ്കിൽ വണ്ടികളുടെ വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം. കൂടാതെ ഇത്രയും കുട്ടികളും കോളേജ് സ്റ്റുഡൻസും ഉള്ള ഈ ഏരിയയിൽ നടന്നു പോകാനുള്ള ഫുട്പാത്ത് സംവിധാനം സാധാരണ വളവുകളിലൊക്കെ NH ചെയ്യുന്നുണ്ട്. വളവുകളിൽ മീഡിയൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽനട യാത്രക്കാർക്ക് പോകാൻ സാധിക്കും. ഇവിടെ അതുമില്ല. ഏതിലേയും വണ്ടി പോവാം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ഈ ജംഗ്ഷൻ മാറി. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കഴിഞ്ഞ ദിവസം MLA വന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റീനെ ഈ ആഴ്ച തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കൗൺസിലർ സൂചിപ്പിച്ച പോലെ ആ ഒരു വേഗത നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ജാസ്ലി എന്നൊരു കുട്ടിയുടെ മരണം സംഭവിക്കുകയില്ലായിരുന്നു. എന്തായാലും വേഗം ഇതിന് ഒരു നടപടി സ്വീകരിക്കുവാനായിട്ട് സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾക്ക് സാധിക്കട്ടെ. ഇപ്പോൾ നമ്മളായിരിക്കുന്നത് ജാസ്ലിയുടെ ഇടവക ദേവാലയമായ കുഴുപ്പള്ളി സെൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിലാണ്. ഈ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ നമ്മോടൊപ്പം ചേരുന്നു. അച്ഛാ, എങ്ങനെയാണ് ഈ ഒരു ഇടവക അംഗമാണ്, അപ്പോൾ ജാസ്ലിയെ എങ്ങനെ അച്ഛൻ ഓർത്തെടുക്കുന്നു? ജാസ്ലിയ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിലും അതുപോലെ തന്നെ അവൾ വിശ്വാസ പരിശീലനം നടത്തുന്ന ക്ലാസ്സുകളിലും വളരെ മിടുക്കിയും വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും നന്നായിട്ട് സൗഹൃദം കാത്തുസൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി യൂണിറ്റുകളിൽ സാധാരണ ഇത്തരം പ്രായക്കാർ സാധാരണ സന്നിഹിതരാകാറില്ല യൂഷ്വലി. പക്ഷേ അവരുടെ സെൻറ്റ് അംബ്രോസ് യൂണിറ്റ് എന്ന പറയുന്ന ഇടവനക്കാട് ഞങ്ങളുടെ ഏറ്റവും അതിർത്തിയിൽ കിടക്കുന്ന ഒരു ഭാഗത്തിലാണ് ജാസ്ലിയും കുടുംബവും താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുടുംബ യൂണിറ്റിലൊക്കെ ജാസ്ലിയെയും അതുപോലെ തന്നെ അവളുടെ ആങ്ങള ജാസിനും അമ്മ ലിമയും ഒക്കെ എപ്പോഴും സന്നിഹിതരാകാറുണ്ട് സാധിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്ലിയയുടെ ഈ ഒരു വിയോഗം ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സങ്കടവും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ദുഃഖവും ഒക്കെ നൽകുന്ന ഒരു കാര്യമാണ്. അതേസമയം ഞങ്ങൾ ഈ ജാസ്ലിയയുടെ കുടുംബം ഒരു സാധാരണ കുടുംബമാണ്. ജോൺസൺ ഈ അടുത്ത കാലത്ത് ഗൾഫിലൊക്കെ പോയി പിന്നെ ഒരു നല്ല വീടൊക്കെ വെച്ചു. പക്ഷേ പിന്നീട് പുള്ളി ഗൾഫിൽ പോകാതെ പുള്ളിയുടെ ഒരു കാർപ്പൻ്ററാണ്. പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്തു വരുന്നു. അമ്മ ലിമയും ഒരു സാധാരണ ജോലിക്ക് പോകുന്നു. ഒരു സാധാ കുടുംബമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ ഇടവക ഒറ്റക്കെട്ടായിട്ട് അവരുടെ പുറകിലുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഫെബ്രുവരി 28, 2026 ഞങ്ങൾ വാസ്തവത്തിൽ അന്ന് ഞങ്ങളിവിടെ ഒരു യുവജന സംഗമം നടത്തിയിരുന്നു. അതിൻ്റെ പേര് കണക്റ്റ് 2026 എന്നായിരുന്നു. അപ്പോൾ അതിൽ ജാസ്ലിയെ പങ്കെടുക്കേണ്ട ഒരാളായിരുന്നു. ആ പ്രായക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. പക്ഷേ ജാസ്ലിയ അന്ന് ഹോസ്റ്റലിലായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല. അതേസമയം ജാസ്ലിയുടെ ബ്രദർ ജാസിൻ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ജാസിന് വന്ന ഒരു ഫോണിലൂടെയാണ് ഞങ്ങൾ പെട്ടെന്ന് ഇതറിയാനും അപ്പോൾ തന്നെ ഇടവക ഒന്ന് ഉണരാനും. വാസ്തവത്തിൽ ഞങ്ങൾ ആ പേര് കണക്ട് 2026 എന്ന് ആ പ്രോഗ്രാമിന് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു ജാസ്ലിയെ തന്നെ ഒരു കണക്ടറായിട്ട് മാറിയ പോലെയാണ്. ഇടവകയെ ഒന്നിപ്പിക്കുന്നു. അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ കോളേജ്, രാജഗിരി ആശുപത്രി, അങ്കമാലി ആശുപത്രി, അവസാനം അവൾ 4 പേർക്ക് ജീവൻ പകുത്തുവെച്ച് ഒരു ഹെവൻലി കണക്ടറായിട്ട് അവൾ മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. കാരണം ആ കുടുംബത്തിലെ ഏറ്റവും സജീവമായിട്ടുള്ള അംഗം ജാസ്ലിയാണ്. കാരണം പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഈ പ്രായത്തിൽ അധികം പേരെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ തൻ്റെ പഠനം പോലും മാതാപിതാക്കൾക്കൊരു ഭാരമാകരുതെന്ന് ചിന്തിച്ച് അവൾ തന്നെ ജോലിക്ക് പോയി. അന്ന് വാസ്തവത്തിൽ ഡോമിനോസിൽ ജോലിക്ക് പോയിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് വരുന്ന വഴിയാണ് ഈ ഒരു ദാരുണമായിട്ടുള്ള അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അർത്ഥത്തിൽ
ഞങ്ങളുടെ യുവജനങ്ങൾക്കും ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളുടെ ഇടവക സമൂഹത്തിന് മുഴുവൻ ഏറെ വിഷമം നൽകിയ ഒരു സംഭവമാണ്. പക്ഷെങ്കിലും ആ കുടുംബത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട്. മാത്രവുമല്ല, ഇത്രയും ഒരു ദാരുണമായിട്ടുള്ള ഇത്രയും കഠോരമായ വേദനയുടെ നടുവിലും ജോൺസണും ലിമയും ജാസിനും പെങ്ങളുടെ ഓർഗൻസ് അത് മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന വിധത്തിൽ ദാനമായിട്ട് നൽകാൻ തീരുമാനിച്ചതും അതും വലിയൊരു ദൈവകൃപയായിട്ട് കാണും. അച്ഛൻ ഇതിനു മുൻപ് അങ്കമാലി ബസിലിക്ക റെക്ടറായിരുന്നു. അപ്പോൾ അങ്കമാലി പ്രദേശത്തെ പറ്റിയൊക്കെ അച്ഛൻ ഒരുപാട് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. നമുക്കറിയാം, അങ്കമാലി ടെൽക്ക് ജംഗ്ഷനിൽ വെച്ചാണ് വാഹന അപകടം സംഭവിക്കുന്നത്. എന്തെങ്കിലും അശാസ്ത്രീയമായ റോഡിൻ്റെ നിർമ്മാണമായിരിക്കുമോ ഒരുപക്ഷെ ഇങ്ങനൊരു മരണത്തിലേക്ക് നയിച്ചത്? തീർച്ചയായിട്ടും അങ്കമാലി ഏരിയയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്ന 2 സ്ഥലങ്ങളുണ്ടായിരുന്നു. ഒന്ന് നേരത്തെ അളവൂർ കവല എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് കരയാമ്പറമ്പ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോൾ എളവൂർ ഭാഗത്തു നിന്നുള്ളവർക്ക് അങ്കമാലി സൈഡിലേക്ക് പോരുന്ന ഒരു യു-ടേൺ ഒരു മെയിൻ റോഡിലേക്ക് അല്ലെങ്കിൽ നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്ന ഒരു പ്രധാന റോഡ് അവിടെ ഉണ്ടായിരുന്നു. പന്നാളി അളവൂർ കവലയിൽ ഒത്തിരി മരണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് അവരെടുത്ത് അവിടെ നിന്ന് കാട്ടിക്കളഞ്ഞപ്പോൾ അവിടെ മരണങ്ങളും ആക്സിഡൻസും ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ചെമ്പന്നൂർ ഭാഗത്തു നിന്നും വരുന്ന ഒരു റോഡ് നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നത് ഇപ്പോൾ ജാസ്ലിയയ്ക്ക് ഈ അപകടം സംഭവിച്ച ആ ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഇതിക്ക് മുമ്പും അപകട മരണങ്ങൾ നടന്നിട്ടുണ്ട്, സ്ഥിരമായിട്ട് അപകടങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്കമാലിയിലെ MLA റോജി ജോണിനോടും അതുപോലെ തന്നെ അങ്കമാലി മുനിസിപ്പൽ ചെയർപേഴ്സൺ റീത്ത ചേച്ചിയോടൊക്കെ ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടു എന്തെങ്കിലും ഒരു പരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റീസിനോട് സംസാരിച്ചിട്ട് ആ ഏരിയയിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകണം. തീർച്ചയായിട്ടും ചെമ്പന്നൂർ ഭാഗത്തു നിന്നുള്ളവരൊക്കെ അങ്കമാലിയിലേക്കും ഒക്കെ കടന്നു വരുന്നൊരു വഴിയാണ്. അവർക്കത് തടസ്സപ്പെടുത്താനും പറ്റില്ല. പക്ഷേ എന്തായാലും ഒരു പുതിയ തരത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ടൽക്കിൻ്റെ ഭാഗത്തു നിന്നോ അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ഒരു വഴി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവിടെ ഓൾറെഡി ടൽക്കിൻ്റെ ഭാഗത്തൊരു വഴി ഇങ്ങനെ നാഷണൽ ലെവലിലേക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ ദുരന്തങ്ങൾ കുറേ ഒഴിവാക്കാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനോടൊക്കെ ഇന്നലെ സിസ്റ്റേഴ്സും ഞങ്ങളൊക്കെ കൂടി സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ നാഷണൽ ഹൈവേയിലേക്കുള്ള ഇങ്ങനെ പെട്ടെന്നുള്ളൊരു എൻട്രി അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെയുള്ള ആളുകളുടെ വണ്ടികളുടെ വരവൊക്കെ തീർച്ചയായിട്ടും അപകട സാധ്യതകൾ എപ്പോഴും ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതിന് ശാസ്ത്രീയമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കി വെച്ചുകൊണ്ടാണ് ജാസ്ലിയ എന്ന 19 വയസ്സുകാരി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്നത്. ജാസ്ലിയ അടക്കിയിരിക്കുന്ന കല്ലറയ്ക്ക് തൊട്ട് സമീപത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. വെറുമൊരു മരണമായിരുന്നില്ല ജാസ്ലിയയുടെ. 4 പേർക്ക് പുതുജീവനേകിക്കൊണ്ടാണ് ജാസ്ലിയ ഈ ലോകത്തിൽ നിന്ന് നമ്മെ വിട്ടുപോയിരിക്കുന്നത്. തീർച്ചയായും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നമുക്ക് വേണ്ടി ജാസ്ലിയ എന്നും മാധ്യസ്ഥം വഹിക്കട്ടെ.